ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഫർ സെയിലാണ് കേട്ടോ. നമ്മൾ എല്ലാ മാസാവസാനം നമ്മൾ ഓഫർ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നും അത് തന്നെയാണ്. ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം 30% ഓഫറിലാണ് കേട്ടോ വരുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലേക്കാണ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് ആണ്. എല്ലാവർക്കും നമുക്ക് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു പീച്ച് കളറിന്റെ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് പീച്ചിലേക്ക്, ആ ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് പീച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഷോൾഡറിലേക്ക് കയറിയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഷോള് നല്ല ഭംഗിയാണ്. നല്ല രസമായിട്ട് ഷോളിൽ ഫുള്ള് ആ ഒരു പീച്ച് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഷോൾ വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇതിന്റെ ബോട്ടം വരുന്നതും സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ബോട്ടത്തിൽ നമുക്കൊരു സ്ട്രേറ്റ് ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിൽ ബോർഡറിലേക്ക് താഴേക്ക് ആ ഒരു ബോർഡർ പോലെ നമുക്ക് ഈ ഒരു സെയിം കോമ്പിനേഷനിലേക്ക് ആ ഒരു പീച്ച് കളറിലേക്ക് തന്നെ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് ബോട്ടത്തിലേക്കും കൊടുക്കുന്നുണ്ട്. ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1600 ആണ് കേട്ടോ. എല്ലാം 30% ഓഫറിലാണ് വരുന്നത്. ഞാൻ ഇനി എല്ലാത്തിന്റെയും പ്രൈസ് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ. എല്ലാത്തിൻ്റെ ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. ഇതിന്റെ പ്രൈസ് വരുന്നത് 1600 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ. യോക്കിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓഫ് വൈറ്റിന്റെയും പിങ്ക് കളറിന്റെയും കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. സെയിം ടോണിലേക്ക് തന്നെ. ഷോൾ വരുന്നത് ഇതുപോലെ. ഷോളിലേക്ക് ഒരു ഷിമ്മറിന്റെ ആ ഒരു ത്രെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗി, ഒരു ചെറിയൊരു ഗ്ലേസിങ് കൂടെ അതിലേക്ക് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ഇതിലേക്കും വർക്ക് പോകുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് രണ്ട് സൈഡിലേക്കും ബോർഡേഴ്സും സ്കാലപ്പും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് വരുന്ന യോക്കിലേക്ക് ഇതുപോലെ മൾട്ടി കളർ കോമ്പിനേഷനിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോൾ വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ഒരു ബോർഡർ ഷോളിലേക്ക് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ടും ത്രെഡ് വർക്ക് പോകുന്നുണ്ട്. സ്കാലപ്പ് ഫിനിഷിങ്ങും വരുന്നുണ്ട്. ഇതിലേക്ക് ബോട്ടം ആഡ് ചെയ്തേക്കുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ്. ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലേക്ക് തന്നെ ഇതുപോലെ. നെക്സ്റ്റ് വരുന്നതും ഷിമ്മർ വിചിത്ര ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് അതിലേക്ക് വരുന്നത്. കളർ ആണെങ്കിലും നല്ല രസമുള്ള ഒരു കളറാണ്. ഒരു ഗ്രേ കളറിനൊക്കെ ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടും ഹെവി ആയിട്ടും വരുന്ന യോക്ക് പോർഷൻ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതുപോലെ. ഷോളിലേക്ക് രണ്ട് സൈഡിലേക്കും ചെറിയൊരു ബോർഡ് വിത്ത് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും ആ ഒരു വർക്കുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻറ്റോൺ ഫാബ്രിക് ആണ്. ഇങ്ങനെ അടുത്ത് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പിങ്കിന്റെയും ഗ്രീനിന്റെയും ഓഫ് വൈറ്റിന്റെ എല്ലാം കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും ഒക്കെ മാച്ച് ആയി പോകുന്ന കളർ ഇതുണ്ട്. അതിന്റെ ഷോള് കണ്ടോ. ഷോളിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ സ്വീക്വൻസ് വർക്കിൻ്റെയോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. സ്കാറ്റേഡ് ആയിട്ട് ബോഡിയിലേക്കും വർക്ക് വരുന്നുണ്ട്. കോർണേഴ്സിലേക്ക് മാത്രം ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ടീൽ ബ്ലൂ കളർ ഷെയ്ഡാണ്. ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. യോക്കിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോപ്പർ ജെറിയുടെയും ത്രെഡിന്റെയും എംബ്രോയിഡറി വർക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതിലേക്കും ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടമായിട്ട് സാൻറ്റൂൺ ഫാബ്രിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോള് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വൺ സൈഡ് ബോർഡർ. നല്ല രസമാണ് കേട്ടോ ഷോളും കാണാൻ. വേണ്ട ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. ഇതിന്റെ നെക്ക് ലൈനിലേക്കാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. ഇതുപോലെ ബോട്ടം സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ. സാൻറ്റോൺ ഫാബ്രിക്കിലേക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ഷോള് വരുന്നത് ഇങ്ങനെ സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക്. ഇതുപോലെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ടോണിലേക്ക് തന്നെയാണ്. നല്ല ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡിന്റെയും സ്വീക്വൻസിന്റെയും വർക്ക്. ഇതൊക്കെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇതെല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇതും വരുന്നത്. ഷോള് കണ്ടോ നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വിട്ട് ഇതുപോലെ നല്ല രസമായിട്ട് രണ്ട് സൈഡിലേക്കും ബോർഡർ കൊടുത്തിട്ടുണ്ട്. സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേഡ് ആയിട്ട് ബോഡി കൂടെ എല്ലാം ആ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്ന ഒരു ഡാർക്ക് ഗ്രേപ്പ് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. അതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫാബ്രിക് പെയിന്റും അതുപോലെ തന്നെ ജെറിയുടെ ഒരു വീവിങ്ങും വന്നിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്.
യോക്കിലേക്ക് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതിന്റെയും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിലും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ അല്ലേ. ഷോളിലേക്ക് ഇതുപോലെ ഫാബ്രിക് പ്രിന്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ട് വരുന്ന ഷോൾ ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് നെക്ക് ലൈനിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവറിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നെക്ക് ലൈനിലേക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഇതിന്റെയും പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. ഇതിലേക്ക് ബോട്ടം സാൻറ്റൂൺ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രേപ്പ് ഫാബ്രിക് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഇതും വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ മാച്ചായി പോകുന്ന കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ഇതാണ് ഷോള് വരുന്നത്. രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിലേക്കും ഹെവി ആയിട്ട് ആ വർക്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് സെറ്റ് വരുന്നത് ജോർജറ്റിൽ തന്നെയാണ്. നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതിലേക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഒരു പീച്ചിന്റെ തന്നെ കളർ കോമ്പിനേഷൻ ആണ് അതിലേക്ക് വരുന്നത്. ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. സോറി, ഇതിലേക്ക് ലൈനിങ് വരുന്നില്ല, ബോട്ടം മാത്രമേ വരുന്നുള്ളൂ. സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. സാൻറ്റൂൺ ഫാബ്രിക് ഇതുപോലെ. ഷോള് വരുന്നത് നല്ല മിറർ വർക്ക് ഒക്കെ വരുന്ന നല്ല മൾട്ടി കളർ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്കാണ് വരുന്നത്. ഇതിന്റെ നെക്ക് ലൈനിലേക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും സ്വീക്വൻസസും ആഡ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സാൻറ്റൂൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതുപോലെ ഷോൾ വരുന്ന വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞു ബോർഡറോട് കൂടിയിട്ട് വരുന്നു. ഇങ്ങനെ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെയാണ്. നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലേക്ക് വരുന്ന പീച്ചിന്റെ ഗ്രീനിന്റെ എല്ലാ ഒരു കോമ്പിനേഷനിലേക്കാണ് അതിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷൻ ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെ ഷോള് വരുന്നത് ഇതുപോലെ. ഷോളിന്റെ സൈഡിലേക്ക് ഇതുപോലെ കുഞ്ഞി ബോർഡറും രണ്ട് സൈഡും സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെ നല്ലൊരു ബ്ലൂയിഷ് ഗ്രീൻ കളർ. രണ്ടൊരു ഗ്രീനും ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ. ഇതാണ് ഷോള് വരുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് ആ ഫ്ലവേഴ്സ് ഇതുപോലെ ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡ് നല്ല ഭംഗിയായിട്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് കളറിലേക്കാണ് കേട്ടോ വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയായിട്ട് വരുന്നു. ഇതുപോലെ അതിന്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ഗ്രീൻ കളറാണ്. സ്കാറ്റേർഡ് ആയിട്ട് ബോഡിയിലെല്ലാം ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ദാമൻ പോർഷനിലേക്ക് നല്ലൊരു ബോർഡർ ആയിട്ട് അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇതുപോലെ ഷോള് വരുന്നത് ഇങ്ങനെ. ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഗ്രീനിന്റെയും ആ ഒരു ഡാർക്ക് പീച്ചിന്റെയും കോമ്പിനേഷൻ. പീച്ച് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. രണ്ട് സൈഡിലേക്കും ബോർഡർ സ്കാറ്റേർഡ് ആയിട്ട് ഷോളിന്റെ ബോഡിയിലേക്കും വരുന്നുണ്ട്. കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ഇതുപോലെ ബോട്ടം വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വന്ന് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ബോഡിയിലേക്ക് ഇതുപോലെ ആ ഒരു ഗ്രീൻ കളറിന്റെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. ദാമൻ പോർഷനിലേക്ക് ആ ഒരു ബോർഡറും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ബോർഡറോട് കൂടിയിട്ട് ഇങ്ങനെയാണ് ഷോള് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളർ ഷെയ്ഡിലേക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ആന്റി ഗോൾഡൻ ജെറിയിൽ വരുന്ന വർക്കാണ്. ഹെവി ആയിട്ട് ഇതുപോലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദാമൻ പോർഷനിലേക്ക് നല്ലൊരു ബോർഡർ ആയിട്ട് അത് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ സ്ലീവെന്റിലേക്കും ആ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. സെയിം ടോണിലേക്ക് തന്നെ ബോട്ടം വരുന്നു. ഇതുപോലെ ഷോള് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ സ്കാലപ്പ് ഫിനിഷിങ്ങും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള നല്ലൊരു പിങ്ക് കളറിന്റെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ ഇതുപോലെ ഷോള് വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് അതിന്റെ ആ ഒരു പർപ്പിളിന്റെയും പിങ്കിന്റെയും കോമ്പിനേഷനിലേക്കാണ് ഷോള് വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡർ ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നതും ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ ത്രെഡ് വെച്ചിട്ട് നല്ല പ്രൊജക്ട് ചെയ്ത് വെക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള കാന്ത സ്റ്റിച്ചും വർക്കും എല്ലാം കൂടെ വന്നിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസസിന്റെ വർക്കും വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ഷോളിലേക്ക് മിഷൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടും നല്ലൊരു ബോർഡർ വരുന്നുണ്ട്. രണ്ട് സൈഡും സ്കാലപ്പ് ഫിനിഷിങ്ങും വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന സെമി സിൽക്ക് ആണ് ഫാബ്രിക്. നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. യോഗയിലേക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് മൾട്ടി കളർ കോമ്പിനേഷനിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്.
ബോട്ടം വരുന്നത് സെയിം ടോൺ, ഇങ്ങനെ ഷോൾ വരുന്നത് വൺ സൈഡ് നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞു ബോർഡറോട് കൂടിയിട്ട് ഇതുപോലെ വരുന്നു. സ്കാലപ്പ് ഫിനിഷിങ് രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലേക്ക് വരുന്ന നല്ല കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണ് ഇതിലേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അതിലേക്ക് ഫ്രണ്ടിലേക്ക് മാത്രം ഇതുപോലെ സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട്. ഒരു സിൽവർ കളർ സ്റ്റോൺസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് ആ പ്രിന്റുകളാണ് വരുന്നത്, സ്റ്റോൺസിന്റെ ആ ഒരു വർക്ക് വരുന്നില്ല. ഡെയിലി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് എന്താ പറയുക, ഷിഫോൺ ഷോളാണ് ആഡ് ചെയ്തേക്കുന്നത്. സെയിം കളറിലേക്ക് വരുന്നു. ഇങ്ങനെ ബോട്ടം വരുന്നത് ആ ഒരു ടോപ്പിന്റെ അതേ സെയിം തന്നെ മെറ്റീരിയലാണ്. ഇതുപോലെ ചെറിയൊരു ഷാദ പ്രിന്റ് അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ്. നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കും സീക്വൻസിന്റെ വർക്കും കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സെറ്റാണ്. ഷോൾ വരുന്നതും കോട്ടൺ തന്നെ, ഒരു പ്രിന്റഡ് ഷോളാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ബോട്ടം വരുന്നതും കോട്ടൺ തന്നെയാണ്. ഫാബ്രിക് സെയിം ടോണിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ അടുത്ത നോക്കാം. അടുത്ത് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ഹക്കോബ ഫാബ്രിക് ആണ് കേട്ടോ. നല്ലൊരു ക്രീം കളറിലേക്കാണ് വരുന്നത്. നെക്ക് ലൈനിലേക്ക് ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. ഒരു ക്രീമിന്റെയും ഒരു ബ്രൗൺ കളറിന്റെയും പിങ്കിന്റെ എല്ലാം കോമ്പിനേഷൻ, ഗ്രീൻ കളർ ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡിലേക്ക് ആ ഒരു ഹക്കോബയുടെ പാറ്റേൺ വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെയാണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിലേക്ക് ഷോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഷോൾ വരുന്നത്. ഇങ്ങനെ അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതിനകത്ത് ആ ഒരു കോമ്പിനേഷൻ ത്രെഡിന്റെ വർക്കിന്റെ കോമ്പിനേഷനിൽ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോൾ വരുന്നത് ഇതിനകത്തേക്ക് ഒരു യെല്ലോ ഷെയ്ഡിലേക്കാണ് ഷോൾ വരുന്നത്. ഇങ്ങനെ ബോട്ടം വരുന്നത് സെയിം ടോണിലേക്ക് തന്നെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ തന്നെയാണ്. ഒരു ക്രീം കളറിലേക്ക്, ഒരു ക്രീം അല്ല, ഒരു ഓഫ് വൈറ്റ് കളറിലേക്കാണ് വരുന്നത്. ഇതിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മധുബനി പ്രിന്റ് ആണ് ഇതിലേക്ക് പോകുന്നത്. ഒരു ബ്ലാക്കിന്റെയും ഒരു ബ്രൗൺ കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു പ്രിന്റുകൾ പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ ഒരു മിറർ വർക്കിന്റെ ഒരു ഇതും കൊടുക്കുന്നുണ്ട്. അതുപോലെ ദാമൻ പോർഷനിലേക്കും ആ ഒരു സെയിം പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഷോള് വരുന്നത് പ്രിന്റഡ് ആയിട്ട് ആ ഒരു ബ്രൗൺ കളറാണ് മെയിൻ ആയിട്ട് അതിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നത്. ഇതാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് ബോട്ടവും വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത്. ഓർഡർ ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഓഫർ വീഡിയോ ആയതുകൊണ്ട് ഇതിന് റിട്ടേണോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്യുന്നത്, ആദ്യം പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും നമ്മളത് അയക്കുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം ഒരു പീസ് അല്ലെങ്കിൽ 2 പീസ് അതിൽ കൂടുതൽ ഒന്നിൻ്റെ ഉണ്ടാവില്ല. എല്ലാം തന്നെ സിംഗിൾ പീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്നവർ, കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.